അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇറാൻ മനുഷ്യാവകാശ ലംഘനമാണ് സംഭവിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ഇറാൻ അഭ്യർത്ഥിച്ചു. അമേരിക്ക നേരിടുന്ന സാമ്പത്തിക സൈനിക പ്രതിസന്ധികൾ മറച്ചുവെക്കാനാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ഇറാൻ ആരോപിച്ചു. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, അമേരിക്കയുടെ ഭീഷണി ഇറാൻ പൂർണ്ണമായും തള്ളുകയാണ്. അബ്ബാസ് അരഗ്ചി അവരുടെ വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല, പക്ഷേ മറ്റ് ലോകരാജ്യങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നടക്കുന്നത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങൾ അംഗീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്, അവരുടെ ഇടപെടൽ ഉണ്ടാകണം. ഇറാന് മേൽ ദീർഘകാലമായി അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുകയാണ്. അപ്പോൾ ഒക്കെ തന്നെ തളരാതെ മുന്നോട്ട് പോയി എന്ന കാര്യം, അതിനപ്പുറത്തേക്കാണ് ഇപ്പോഴത്തെ പുതിയ ഉപരോധങ്ങൾ. അതായത് ഇറാനുമായി ഏതെങ്കിലും രാജ്യം വാണിജ്യപരമായോ സാമ്പത്തികമായോ ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് മേൽ കൂടി കൃത്യമായ ഉപരോധം അല്ലെങ്കിൽ യുദ്ധഭീഷണി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അത് ഇറാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പല രാജ്യങ്ങളിലായുള്ള ഇറാൻ്റെ ആസ്തി വകകൾ ഇപ്പോൾ തന്നെ അത് ഫ്രീസാക്കിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാത്ത നിലയിലേക്ക് അമേരിക്ക മാറ്റിയിട്ടുണ്ട്. എണ്ണ ഉപരോധം നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസ് വഴിയുള്ള എണ്ണ വ്യാപാരം അത് ഇറാനെ പൂർണ്ണമായും തടസ്സം വരുത്തിക്കൊണ്ടുള്ള നിലയിലാണ് അമേരിക്കയുടെ ഉപരോധം തുടരുന്നത്. അതിനിടയിലാണ് ഈ ഒമാനുമായി ഇറാൻ ഒരു സഖ്യത്തിലേക്ക്, സ്വതന്ത്ര കരാറിലേക്ക് പോകാനുള്ള നടപടികൾ ഉണ്ടായത്. ഹോർമൂസിൽ ബദൽ പാത തുറന്നുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഒരു ധാരണയുണ്ടാക്കി ഹോർമൂസിൻ്റെ അധികാരം പങ്കുവയ്ക്കുന്ന നിലയിലേക്ക്, അത് അമേരിക്കയെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയ്ക്ക് വലിയ സൈനിക പിന്തുണ നൽകുന്ന രാജ്യമാണ് ഒമാൻ. പ്രത്യേകിച്ച് അവരുടെ കപ്പലുകളൊക്കെ അടുക്കുന്നത് ഒമാൻ തീരത്താണ്. അങ്ങനെ ഇറാനെ ആക്രമിക്കുന്നതിൽ സഖ്യരാജ്യമായി നിൽക്കുന്ന ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണി വരെ ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ. അതിന് കാരണം ഇറാനുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചതാണ്. മാത്രമല്ല, UAE-യുടെ 2 കപ്പലുകൾ അവസാനം ആക്രമിക്കപ്പെട്ടതോടുകൂടി ഇറാനുമായുള്ള സകല വ്യാപാര ബന്ധവും അവസാനിപ്പിച്ചിരിക്കുകയാണ് UAE, പ്രത്യേകിച്ച് ദുബായ്. അങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ അത് ഇറാൻ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ഈ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന സംവിധാനമുണ്ട്. ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഗൾഫിലെ ചില രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഒമാൻ, ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ഇറാൻ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ചൈനയിലേക്ക് ഗണ്യമായി ഈ ഷാഡോ ഫ്ലൈറ്റുകൾ വഴി, അതായത് രഹസ്യമായി ഉപയോഗിക്കുന്ന കപ്പലുകളാണ്, അതിൻ്റെ GPS സംവിധാനമൊക്കെ ഒഴിവാക്കി അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ കാലഹരണപ്പെട്ട കപ്പലുകൾ, ഇൻഷുറൻസ് ഇല്ലാത്ത കപ്പലുകൾ, അങ്ങനെയൊക്കെ തന്നെ ഉള്ള വെസലുകളിലൂടെയുള്ള എണ്ണക്കടത്ത് നടക്കുന്നുണ്ട്, നിർബാധം നടക്കുന്നുണ്ട്. അത് നേരത്തെ ഈ ഉൾക്കടലിൽ വെച്ച് മറ്റ് കപ്പലുകളിലേക്ക് മാറ്റി വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു സംവിധാനമാണ്. അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കുന്നതിന് വേണ്ടി ഇറാൻ സ്വീകരിച്ചിരുന്ന ചില വഴികളാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ പിടിമുറുക്കുകയാണ്. പ്രത്യേകിച്ച് എണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ ഈ ധനകാര്യ ഇടപാടുകൾ, കപ്പലുകളുടെ രജിസ്ട്രേഷൻ, അത് പല രാജ്യങ്ങളും ഇറാനെ അങ്ങനെ രഹസ്യമായി സഹായിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പിടിമുറുക്കിക്കൊണ്ടുള്ളൊരു നീക്കത്തിലേക്കാണ് അമേരിക്ക പോകുന്നത്. ഗൾഫിലെ രാജ്യങ്ങളിലെ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇറാനാകട്ടെ പിന്നാക്കമില്ല, യുദ്ധം എന്ന നിലയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി പുറത്തു വന്നിരുന്നു. ഇപ്പോഴും ഇറാനെ സംബന്ധിച്ച് 85% ഈ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള നാടായതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ അവരുടെ ഈ കാർഷിക കേന്ദ്രങ്ങൾ കൂടി നശിപ്പിക്കപ്പെടുമോ എന്ന ഒരു ഭീതിയും ആശങ്കയും നിൽക്കുന്നുണ്ട്. വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. കാസ്പിയൻ കടൽ ഉണ്ട്, അതുവഴിയുള്ള റഷ്യയുമായുള്ള വ്യാപാരം ഒരു വശത്തുകൂടി ഇറാൻ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ പുതിയ സാമ്പത്തിക ഉപരോധം വരുമ്പോൾ ഇറാൻ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയാണ്. അനുശ്രീ, ശരി. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.